ഈ പ്രാവശ്യത്തെ ഓണം ഡബിൾ സൂപ്പറാക്കി മാറ്റണമെന്നാണ് വിചാരിക്കുന്നത്. ഇത് ചെയ്തിട്ടുള്ളത് ഒറ്റയ്ക്ക് നട്ടിട്ടുള്ളതല്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഒരു കൈ കൊണ്ടാണ് ഇത് മുഴുവനും നട്ടുണ്ടാക്കി വെച്ചിട്ടുള്ളത്. ദിവസത്തിൽ 2 പ്രാവശ്യമെങ്കിലും ഇവരെടുത്തെത്തി ഇവരോടൊന്ന് തലോടി ഒന്ന് ഇതായെങ്കിലും ഒരു സമാധാനമുണ്ട്. രാത്രി കിടക്കുമ്പോൾ ഇവരാണ് ആദ്യം എത്തുക മനസ്സിൽ. കാരണം ഇവരോടുള്ള സ്നേഹബന്ധമാണ് ഞാൻ നിലനിന്ന് പോകണമെന്ന് ശരിക്കും പറയാം. ഇപ്പോൾ എല്ലാ കർഷകരും സജീവമായി ഓണവിപണി ലക്ഷ്യമാക്കിയുള്ള കൃഷിയിലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ അത്തരമൊരു കൃഷിയിടത്തിലാണ് എത്തി നിൽക്കുന്നത്. ഇത് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ നാട്ടികയിലാണ്. നാട്ടികയിലെ നമ്മുടെ ഷീജ ചേച്ചി കുറേ വർഷമായിട്ട് ഈ ഏരിയയിൽ വരുന്ന തരിശു നിലങ്ങളിലൊക്കെ കൃഷി ഇറക്കുന്ന ഒരു ചേച്ചിയാണ്. അപ്പോൾ ആ ഒരു പ്ലോട്ടിലാണ് നമ്മളുള്ളത്. ഇവിടെ സജീവമായി നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ ചെണ്ടുമല്ലി കൃഷിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കറക്റ്റ് ഓണാകുമ്പോഴേക്കും വിളവെടുപ്പാവും. ഒപ്പം ഇത് വരുന്നത് മധുരക്കിഴങ്ങുണ്ട്, മറ്റേ കപ്പയുണ്ട്, പിന്നെ മുളക്, തക്കാളി ഒക്കെ. ചേച്ചി ഫുൾ ഡേ ഇതുപോലെ ഓരോ പ്ലോട്ടിൽ വന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. ഇത് മുഴുവൻ ചേച്ചി ഒറ്റയ്ക്ക് നട്ടതാണ്. ഡെയിലി എത്ര മണിക്കൂർ ഇവിടെ ഉണ്ടാവും? 2 മണിക്കൂർ സമയം പിടിക്കും. അങ്ങനെ എത്ര പ്ലോട്ടിൽ ചെയ്യുന്നുണ്ട്? 4 പ്ലോട്ടുണ്ട്. 4 പ്ലോട്ടിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും സ്വന്തം സ്ഥലമല്ല, അല്ലല്ല, വേറെ ആളുകളുടെയാണ്. അപ്പൊ ചേച്ചി ഇങ്ങനെ വെറുതെ കിടക്കുന്ന സ്ഥലത്ത് അതെ നമ്മൾ കൃഷി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എടുത്ത് ഇതുപോലെ കൃഷി ചെയ്ത് അവിടെ ആക്റ്റീവ് ആക്കും. അതും ഒറ്റയ്ക്കുള്ള ഒരു അധ്വാനമാണ്. ഇവിടെ എന്തൊക്കെയുള്ള നമ്മള് കുറെ നമ്മുടെ ചെണ്ടുമല്ലി ഉണ്ട്, ചെണ്ടുമല്ലി, തക്കാളി, പയറ്, വെണ്ട, വഴുതിന്, പച്ചമുളക്. 2 തരം പച്ചമുളകുണ്ട്. അതുപോലെ കപ്പലണ്ടി 1 കിലോ കപ്പലണ്ടി നട്ട ഏകദേശം ഒരു 12 കിലോ കപ്പലണ്ടി നമുക്ക് അതൊന്ന് വിളവെടുക്കാം. കപ്പലണ്ടി സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരാളാണ്. അത് ലാഭമാണ്. ലാഭത്തിന്റെ അല്ല, നമുക്ക് നല്ലത് കഴിക്കാലോ. കപ്പലണ്ടി അത്ര സമയം വേണ്ടോ? 3 മാസം. ഇതൊക്കെ ഒരു 3 മാസം കറക്റ്റ്. 3 മാസം 3.5 മാസം നമ്മൾക്ക് ഇത് വിളവെടുപ്പെടുക്കാം. അപ്പോഴേക്കും അടുത്ത നടാം. ഇപ്പൊ ചെണ്ടുമല്ലിയുടെ ആ തട്ടില് ഓരോ കൂർക്കത്തല്ല നട്ട്. അപ്പൊ ചെണ്ടുമല്ലി പറയാൻ കൂർക്ക പകുതിയായി. പിന്നെ ഒരു പകുതി മാസം കൊണ്ട് കഴിഞ്ഞാൽ കൂർക്ക വിളവെടുക്കാം. അപ്പൊ ഒരു തടത്തിൽ തന്നെ നമുക്ക് 2-3 മിക്സഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. മടിയില്ലാത്തവർക്ക് പണിയെടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് കൃഷി. അത് ഞാൻ എൻ്റെ ഇതില് നെല്ല് പ്രശ്നം ചെയ്തിട്ടില്ല. എന്നാലും പുറത്ത് നെല്ലുണ്ട്. ഇവിടെ ആലപ്പാട് ചാനമ്പടവില് നെല്ലുണ്ട്. അവിടെ നടാൻ കൊയ്യാൻ മാത്രം മിഷ്യൻ വിളിക്കുള്ളൂ. ബാക്കി എല്ലാ പണി ഞാൻ തന്നെ ചെയ്യാം. വളടല്, വിത്ത് പതക്കല്. ചേച്ചി ഒരു 10-60 വയസ്സായിട്ടുണ്ടാവും. 62 വയസ്സായി. അപ്പൊ ഈ ഏജിലും ഇത്രയും ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്നത് ഈ ഒരു കൃഷിയിടങ്ങളിലൂടെ 45 വർഷമായിട്ടുണ്ട് നെല്ലുമ്മൽ അനുപിടുത്തം. ഏറ്റവും നല്ല ഇതാ ഒരു നെൽച്ചെടി എന്ന് വെച്ചാൽ ഒരു മണി നെല്ലുമ്മ 240 നെൽമണി ഉണ്ടാവും. അപ്പൊ അടുത്ത വർഷം അത് 240 ചെടിയായി. അങ്ങനെയാണ് നെല്ലിന്റെ പവറ്. നെല്ലെന്ന് വെച്ചാൽ അതിന്റെ വിളവ് ആകെ 90 ദിവസം, അല്ലെങ്കിൽ 120 ദിവസം, അതിൽ കൂടുതൽ വേണ്ട. അപ്പോഴേക്കും നെല്ലായി. ഒരേക്കറിൽ നമുക്കൊരു 1.5 ലക്ഷം 2 ലക്ഷത്തോടെ താഴെ വിളവ് കിട്ടും പൈസ. അതിന് എൻ്റെ അധ്വാനത്തിൽ ആകെ 10,000 രൂപ ചിലവാക്കുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ ചെയ്യുന്നതുണ്ട്. വരുമ്പോൾ വയ്ക്കും, വളടല്, അത് വിതയ്ക്കൽ, പുല്ല് പറിക്കലൊക്കെ നമ്മൾ തന്നെയാണ്. അതൊക്കെ ഉച്ചയ്ക്ക് ശേഷം പോയിട്ട് ചെയ്യുന്ന പണികൾ. അതൊക്കെ അങ്ങനെ അതിൽ ഞാൻ ഒരു 40-45 വർഷമായിട്ട് ഇതുമ്പോൾ തന്നെ ഫീൽഡ്. രാവിലെ 6 മണിക്ക് ഇതുപോലുള്ള ഒരു അത്യാവശ്യം. അത് ഇപ്പം ഇവിടെ പോയി വീട്ടിൽ തെങ്ങ് കയറുന്ന മെഷീനുണ്ട്. അത് നമ്മൾ തെങ്ങ് കയറി ചെയ്യും. തെങ്ങ് കയറി ആവശ്യം വേണമെങ്കിൽ കരിക്കിട അല്ലെങ്കിൽ നാളെ ഇതാക്കാനൊക്കെ നമ്മൾ തന്നെ ചെയ്യാം. ഇത് കഴിഞ്ഞാൽ അടുത്ത അപ്പോഴേക്കും വേറെ സ്ഥലത്ത് മാറ്റി. ഇന്ന് തക്കാളി നട്ട സ്ഥലത്ത് പിന്നത്തെ സ്ഥലത്ത് അവിടെ മിളകായി. അങ്ങനെ ഓരോ സ്ഥലങ്ങൾ മാറി മാറി ഓരോ പച്ചക്കറി അപ്പം തന്നെ ചെയ്ത് ഇതാക്കും. അപ്പോൾ ഒരു സ്ഥലത്ത് ഒരു തരം തന്നെയല്ല. അത് 3 മാസം കഴിയുമ്പോൾ 2-2.5 മാസം നമ്മൾക്ക് ഇത് വിളവെടുപ്പ് കഴിഞ്ഞു. അപ്പം അപ്പോൾ വേറെ നട്ടു. ആ തക്കാളി നട്ടടുത്ത് മിളകാവും നടാം, അല്ലെങ്കിൽ വെണ്ടായും, അല്ലെങ്കിൽ വഴുതിനിങ്ങ അങ്ങനെ നട്ട്, അല്ലെങ്കിൽ പയറ് അങ്ങനെ ഇതാക്കാം. അതുപോലെ കപ്പലണ്ടി അതിൻ്റെ അപ്പുറത്ത് കൈ ചെയ്യും. അപ്പം മഴ ടൈമിൽ വെള്ളം ഒഴിക്കണ്ട, അതാണ് ഒരു വിഷയം മാത്രമേ ഉള്ളൂ. ബാക്കി ഇതില്ല. അപ്പം അതിൻ്റെ അടുത്തേക്ക് വന്ന് നോക്കാനും പോവാനും പിന്നെ ഇവരോട് സംസാരിക്കും, അവരെന്നോട് സംസാരിക്കും. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് ഇതിൽ. വളരെ സന്തോഷമാണ് നമ്മൾ ഇവരുടെ അടുത്തേക്ക് വരുമ്പോൾ. അതിനേക്കാൾ സന്തോഷം അവർക്ക് നമ്മളോട്. ഇന്നലെ ഒരു കൃഷിഭവനിൽ തൈ കൊടുത്തപ്പോൾ നല്ല ഒരു തൈ വാടിയ തൈൻ്റെ. അപ്പം ഞാൻ ചോദിച്ചു, നമ്മുടെ വീട്ടിൽ ഒരു കുട്ടി ഇത്തിരി അസുഖമുള്ള കുട്ടിച്ചാൽ നിങ്ങളത് കളയുമോ? ഇല്ലല്ലോ. അപ്പം അതുപോലെ ഈ തൈനെ സംരക്ഷിച്ചാൽ അത് നന്നായി. നല്ലതിന് മാത്രം ചിന്തിക്കരുത്, അതിനെ പോസിറ്റീവ് ഉള്ളത് നമ്മൾ ഇതാക്കണം.
അതാണ് എൻ്റെ ഒരു കാര്യം. ഈ നാട്ടിൽ സജീവമായിട്ട് കൃഷി ചെയ്യുന്ന ഒരു വനിതയാണ്. ആ. ഒരുപാട് അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ തന്നെ ചേച്ചീനെ കഴിഞ്ഞ ഓണത്തിന് ആദരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഈ ഒരു ഓണക്കാലമായപ്പോൾ നമ്മൾ ഈ വഴി വന്നപ്പോൾ ചേച്ചീനെ വന്ന് കാണാൻ വേണ്ടി വന്നപ്പോഴാണ് നമ്മൾ ഈ കൃഷിയിടം കണ്ടത്. ഇനി എന്തായാലും നമ്മളൊരു വരവ് കൂടി വരും. നമ്മൾ ഓണത്തിന് മുമ്പ് അതെ പൂത്ത് തഴുത്ത് നിൽക്കുന്ന ഒരു കാഴ്ചയും മനോഹരമായിരിക്കും. അപ്പോൾ അതും കൂടി നമ്മൾ കാണാൻ വരും. ശരിക്കും ഇത് വളരെ വലിയൊരു മാതൃകയാണ്. ഇപ്പൊ നമ്മള് കൃഷി ലാഭകരമല്ല എന്ന് പറയുന്നിടത്താണ് ഈ 45 വർഷമായി സ്വന്തം ചേച്ചി നമ്മുടെ സിവിൽ സ്റ്റേഷന്റെ അടുത്ത് ഒരു ചെറിയൊരു ഷോപ്പ് ഇട്ടുണ്ട്. അവിടെ ഈ കൃഷി ചെയ്യുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും അവിടെ വിൽപ്പന നടത്തും. നേരിട്ട് നമുക്ക് അവിടെ പോയി വാങ്ങാൻ പറ്റും. അപ്പോൾ ചേച്ചിയുടെ അധ്വാനം അത് ചേച്ചി തന്നെ ഒരു ഔട്ട്ലെറ്റ് ആക്കി അവിടെ അതുവഴി വിൽപ്പനയും നടത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇതൊരു ലാഭകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. അത് എവിടെയെങ്കിലും നമുക്ക് ഇപ്പം നമ്മുടെ ഇവിടെ തന്നെ റോഡ് സൈഡിൽ വെച്ചാൽ നമുക്ക് നാണക്കേട് വിചാരിക്കാനില്ല. നമ്മളുണ്ടാക്കും സാധനം നമ്മൾ കൊടുക്കുന്നു. അതിലെന്ത് ഇത് നമ്മൾ ചെയ്യുന്നതാണ്. ഇതിലൊരു മരുന്നടിക്കില്ല. അതാണ് ഏറ്റവും പ്രത്യേകത. ഒരു ഇതിൻ്റെ ഇതൊന്നുമില്ല. എന്താ അങ്ങനെ എനിക്ക് സംഭവിക്കാറില്ല. ഒരു കേടുകൾ അതൊന്നും ഇല്ല. കാരണം അതിൻ്റെ അടുത്തേക്ക് വരുന്നതുകൊണ്ടായിരിക്കും ആ കേടുകളൊക്കെ മാഞ്ഞു പോകുന്നു തോന്നുന്നുണ്ട്. എല്ലാവരും പയർ നട്ടപ്പോൾ കേട് അല്ലെങ്കിൽ അത് ചെയ്ത് ഇത് ചെയ്ത് ഒന്നും സംഭവിക്കില്ല. അതിൻ്റെ ക്രമം പോലെ നമ്മൾ ചെയ്താൽ അത് നല്ല രീതിയിൽ തന്നെ എത്തിപ്പോവാം. ആരും ഇതിന് തുനിയില്ല. ഒന്ന് നട്ട് പിന്നെ അത് എന്തെങ്കിലും വാടി കഴിഞ്ഞാൽ അവർ പിന്നെ നടില്ല. അത് നട്ട് പിടിച്ചില്ല എന്ന് പറയും. പക്ഷെ ഞാൻ അത് പോയാൽ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും. അതാണ് എൻ്റെ ഒരു ഇത്. മതിയെന്ന് വിചാരിക്കും തോറും പിന്നെയും കൂടുതൽ ചെയ്തു പോവുക. എപ്പോഴും വിചാരിക്കും മരിച്ചു പോവാറായി സമയം, വിളക്ക് വെക്കാറായി എനിക്ക്, ഇനി എന്തുകൊണ്ടെന്ന് ചോദിക്കും. എന്നാലും പിന്നെയും ഒന്ന് നട്ടുകൊണ്ടിരിക്കും. അതാണ് പൈസ 62 കഴിഞ്ഞു. എന്നാലും പക്ഷെ നമ്മളെ അടിപൊളിയായിട്ടാണ് ജീവിച്ചിരിക്കുന്നത്. കാരണം ഈ ഒരു മണ്ണിനോടും ഒക്കെ പടവെട്ടി ജീവിക്കുന്നതുകൊണ്ടാണ് അല്ലേ? ചെരുപ്പ് ഉപയോഗിക്കില്ല ഞാൻ. ഇത്രയും ചൂടത്ത് നല്ല ചൂടായി കിടക്കുന്ന സ്ഥലത്ത് കൂടെ ചെരുപ്പിടാതെയാണ് ഇപ്പൊ ഫുൾ ഇങ്ങനെ റൗണ്ട് അടിച്ച് വന്നത്. ഞങ്ങൾ ഇങ്ങനെ പോയി കണ്ടു വന്നത്. ശരിക്കും ഇതൊക്കെ വളരെ റെയർ ആയിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ഇടയിലൊക്കെ ഇങ്ങനെ എല്ലാവരും പറയും. എല്ലാവരും വ്യത്യസ്തമായ ഒരാളെന്ന് പറയാൻ എന്നോട്. എന്നെ ഞാൻ അങ്ങനത്തെ ഒരു ശീല എൻ്റെ. വെറുതെ ആയാലും ഒന്ന് ചെയ്യാൻ ഇല്ലെങ്കിലും വന്ന് നോക്കി പോകും ഇവിടെ. അതാണ് അതായത് ചേച്ചി നടുന്ന ഓരോ ചെടിയുടെ അടുത്തും എല്ലാ ദിവസവും എത്തും. അപ്പൊ അതുകൊണ്ടായിരിക്കും അത് കേടുകളൊന്നും ഇല്ലാതെ ഇത്രയും നന്നായിട്ട് വളർന്ന് ഒരു ഫലം തരുന്നത് എന്നാണ് ചേച്ചി വിശ്വസിക്കുന്നത്. എന്തായാലും വളരെ സന്തോഷം ചേച്ചി. ഇവിടെ വരുമ്പോൾ ശരിക്കും ഒരു ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. കാരണം നമുക്കൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. വിചാരിച്ചാൽ അധ്വാനിക്കാൻ മനസ്സുണ്ടെങ്കിൽ എല്ലാവർക്കും സ്ഥലമൊന്നും വേണമെന്ന് പോലും ഇല്ല. ഇതൊക്കെ ഈ പറഞ്ഞ പോലെ ആരുടെയൊക്കെയോ സ്ഥലങ്ങളാണ്, വെറുതെ കിടന്നിരുന്ന സ്ഥലങ്ങളാണ്. അപ്പൊ അവിടെയൊക്കെ ഈ പറഞ്ഞ പോലെ അധ്വാനം കൊണ്ട് സ്വപ്രയത്നം കൊണ്ട് ഈ രീതിയിൽ ഫലഭൂഷ്ടമാക്കി കൊണ്ടു നടക്കുന്ന ഒരു ചേച്ചിയാണ്. എന്നാലും അപ്പോൾ ഓണം വിപണിയിലേക്ക് നമ്മുടെ ചേച്ചിയുടെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഇവിടെ ഇങ്ങനെ വളർന്നു വന്ന് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓണം അടിപൊളിയാവട്ടെ ഇപ്രാവശ്യം എന്ന് ഞങ്ങൾ ആദ്യം തന്നെ ആശംസിക്കുന്നു. ഓണത്തിന് വീണ്ടും കാണാം എന്നും ഒരു ശുഭപ്രതീക്ഷയോടുകൂടി ഇന്നത്തെ ഇന്ത്യൻ വാർത്തയിൽ നമ്മൾ നാട്ടികയിൽ നിന്ന് നമ്മുടെ ഷീജ ചേച്ചിയോട് ഇപ്പോൾ വിട പറഞ്ഞു പോവാണ്. വീണ്ടും വരും എന്ന ഉറപ്പുമായി.